عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، وبحفظ عين واللسان وسائر الأعضاء جميعا فاجهدا لا تكسلا. ഏറ്റവും ബഹുമാനാദരവും നിറഞ്ഞ ഉസ്താദുമാർ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്. ഈ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ, സ്വലാത്തുകൾ ചൊല്ലാൻ, മഹാന്മാരുടെ മദ്ഹുകൾ പറയാൻ വേണ്ടി നമ്മുടെ നാവിനെ നാം ഉപയോഗപ്പെടുത്തണം. അല്ലാതെ ഗീബത്ത് നമീമത്തുകൾക്കോ ഫിത്ന ഫസാദുകൾക്കോ വേണ്ടി നമ്മുടെ നാവിനെ നാം ഉപയോഗപ്പെടുത്തിക്കൂടാ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് സംസാരിച്ചാലും മലക്കുകൾ അത് രേഖപ്പെടുത്തും കേട്ടോ. അതുകൊണ്ട് നല്ലത് മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക. മദീനയുടെ മലർവനിയിൽ മാലോകരമാടി വിളിച്ച മദീനയിലെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും ഒരാൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം പറയട്ടെ. അതിനവന് സാധിക്കുന്നില്ലെങ്കിൽ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. അതുകൊണ്ട് അവന്റെ നാവിനെ അവൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ആ നാവിലൂടെ ഉണ്ടാകുന്ന വിപത്തുകൾക്ക് കയ്യും കണക്കുമില്ല. അതൊരു വല്ലാത്ത അവയവം തന്നെ. അറിയില്ലേ, മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങള് മഹാനവരുകൾ അടിമയായി ജീവിക്കുന്ന കാലം തന്റെ യജമാനൻ ഒരിക്കൽ വിളിച്ചിട്ട് പറയുകയാണ്, ഓ ലുഖ്മാൻ, ആ കാണുന്ന ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാടിനെ അറുത്തുകൊണ്ട് അതിൽ നിന്ന് ഏറ്റവും നല്ല അവയവം എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ലുഖ്മാൻ തങ്ങള് ആടിനെ അറുത്തിട്ട് അതിൽ നിന്ന് നാവിനെയും ഹൃദയത്തെയും കൊണ്ടുവന്ന് തന്റെ യജമാനന്റെ മുമ്പിലങ്ങ് സമർപ്പിക്കുകയാണ്. ഇത് കണ്ട യജമാനൻ വീണ്ടും പറയുന്നു, ഇനിയൊരാടിനെ അറുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും മോശമായ അവയവം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങള് വീണ്ടും ഒരാടിനെ അറുത്തിട്ട് നാവിനെയും ഹൃദയത്തെയും കൊണ്ടുവന്നു കൊടുക്കുന്നു. ഇത് കണ്ട് കോപാകുലനായ യജമാനൻ അവിടുന്ന് ചോദിക്കുന്നു, ഓ ലുഖ്മാൻ, നീ എന്തേ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ മഹാനായ ലുഖ്മാൻ തങ്ങൾ പറയുന്നു, ഈ രണ്ട് അവയവമെങ്ങാനും നന്നായാൽ അത്രക്ക് നല്ല അവയവം വേറെയില്ല. ഇനി രണ്ടവയവമെങ്ങാനും മോശമായി പോയാൽ അത്രക്ക് മോശമായ അവയവം വേറെയില്ല.
അതുകൊണ്ട് നാവിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം, നല്ല വാക്കുകൾ മാത്രം പറയാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.